അങ്ങനെ നല്ലൊരു സാലഡ് സീരീസിന് പര്യവസാനമായി. ഇനിയിപ്പോൾ നോർമലായിട്ടുള്ള കുറച്ച് ലഞ്ച് വീഡിയോസ് കണ്ടാലോ? ഇതെൻ്റെ ഒരു വീക്ക് ഡേയിലെ ലഞ്ചാണ്. ഇന്ന് നമുക്ക് ആ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്ന് ചെറുതായിട്ട് കണ്ടിട്ട് വരാം. ഇന്നത്തെ ഊണിൻ്റെ പ്രധാന ഐറ്റം അമരക്കയാണ്. നല്ല കൊത്തമരക്ക തോരൻ, തേങ്ങയൊക്കെ ഇട്ട് വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ട ഒരു അമരക്ക തോരൻ. നല്ല പച്ച അമരക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള, എരിവിനാവശ്യമായ പച്ചമുളക്. അപ്പോൾ നമ്മുടെ അമരക്ക തോരൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട്. നല്ല കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ വേഗം വെന്ത് കിട്ടും. അമരക്ക തോരൻ മിക്കവാറും ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അമരക്ക തോരൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞാനിതുണ്ടാക്കും. പക്ഷേ ഇടയ്ക്കൊരു ചെറിയ പണി കിട്ടി. തേങ്ങ എടുത്തപ്പോൾ അതിന് മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഞൊങ്ങായി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞൊങ്ങൊന്നും ആയില്ല. അതുകൊണ്ട് തേങ്ങ എന്തായാലും നല്ലപോലെ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയൊക്കെ വെച്ച് കടുവും മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്ത് അതിലേക്ക് നമ്മുടെ അമരക്കയും പച്ചമുളകും സവാളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി നമുക്കിതിനെ കുക്ക് ചെയ്യാനായി അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരപ്പ് റെഡിയാക്കാം. തേങ്ങ അരപ്പിനായി ആദ്യം തന്നെ ഒരു ജാറ് വെച്ച് അതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, നമ്മുടെ തേങ്ങ ഞാനിവിടെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ച് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തോരനൊന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തോരൻ അവിടെ ഇരുന്ന് കുറച്ചുകൂടെ വേകട്ടെ. നമുക്കപ്പോഴേക്കും ഒരു പെട്ടെന്നുള്ള ഒരു മോര് കറി റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗൾ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര്, നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ തോരൻ അവിടെ നല്ലതുപോലെ വെന്ത് ആവിയൊക്കെ വന്ന് ഇരിപ്പുണ്ട്. ഇനി നമുക്കതിനൊന്ന് ഇളക്കി തട്ടിക്കൂട്ടി അതിലേക്ക് നമ്മുടെ തോരൻ്റെ അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും ഒക്കെ ചേർത്ത് അരച്ച് വെച്ച അരപ്പില്ലേ, അത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ അമരക്ക തോരൻ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അമരക്ക തോരൻ. ചോറിനൊപ്പം നല്ലൊരു കോമ്പിനേഷനായിരിക്കും അമരക്ക തോരൻ. അപ്പോൾ അമരക്ക തോരൻ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അമരക്ക തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോര് കറിയിലേക്ക് പോകാം. മോര് കറി അവിടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലോ. ഇനി അതിലേക്ക് ചെറിയൊരു കടുക് വറുത്തത് കൂടെ ഒഴിച്ചാൽ മോര് കറി റെഡിയായി. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കടുക് വറുത്ത് നമ്മുടെ തൈരിലേക്ക്, ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ടുള്ള ഈസി ആയിട്ടുള്ള മോര് കറി റെഡിയായി. അപ്പോൾ മോര് കറിയും അമരക്കയും റെഡിയായി. ചോറിന് തൊട്ടുകൂട്ടാൻ ഒരു മീൻ വറുത്തതും കൂടെ ആയില്ലെങ്കിൽ അതങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ വേഗം ഒരു ഫിഷ് ഫ്രൈ കൂടെ ഉണ്ടാക്കാം. അതിനുവേണ്ടി റെഡ് സ്നാപ്പറാണ് എടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള ഫ്ലഷുള്ള മീനാണ് റെഡ് സ്നാപ്പർ. അതുകൊണ്ട് തന്നെ കുറച്ച് കുക്കിംഗ് ടൈം എനിക്ക് ഇതിന് കൂടുതലായി തോന്നി. പിന്നെ ആ ഒരു ഫ്ലഷിനും നല്ല ഒരു കട്ടിയാണ് ഫീൽ ചെയ്തത്. വളരെ ചെറിയൊരു മാരിനേഷനേ ചെയ്യുന്നുള്ളൂ. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടി കുറച്ച് സമയം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുവരെ ഇതൊന്ന് റെസ്റ്റ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ നല്ല മട്ട അരിയാണ് ചോറാക്കി
എടുക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് വാർത്ത് വെച്ചാൽ ചോറും റെഡിയായി. അപ്പോൾ നമുക്ക് വേഗം പോയി നമ്മുടെ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ മീനിനെ എടുത്ത് അതിലേക്ക് വയ്ക്കാം. കുറച്ച് നേരം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ഈ മീനിനെ ഒന്ന് വറുത്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് മാരിനേഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ റെഡ് സ്നാപ്പർ ഫ്രൈ റെഡിയായി. റെഡ് സ്നാപ്പർ കറി വയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് ഫ്രൈ ചെയ്യുന്നതോ ഗ്രില്ല് ചെയ്യുന്നതോ ആണ്. കാരണം കറി വെച്ചത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമാണോ അതോ ഫിഷിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഫ്രൈ നല്ല രുചിയായിരുന്നു. ചെറിയ മസാല ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ഓവർ മാരിനേഷൻ ഇതിനൊന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ ഇനി നമുക്ക് വേഗം നമ്മുടെ ചോറും കറികളൊക്കെ ഒന്ന് വിളമ്പിയാലോ. ആദ്യം തന്നെ നമ്മുടെ കുത്തരി ചോറും, അതിന് മുകളിലായി നമ്മുടെ അമരയ്ക്ക തോരനും, സൈഡിലായി നമ്മുടെ മീൻ വറുത്തതും, പിന്നെ കുറച്ച് മോര് കറി. ആഹാ, ലഞ്ച് റെഡിയായി. അപ്പോൾ ഞാൻ പോയി ലഞ്ചൊക്കെ കഴിക്കട്ടെ. മോര് കറിയും അമരയ്ക്ക തോരനും പിന്നെ മീൻ വറുത്തതും അസാധ്യ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ഒരു എൻ്റെ വക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.